ശരിക്കും E20 പെട്രോൾ അഥവാ ബ്ലെൻഡഡ് ഫ്യൂൽസ് നമ്മുടെ രാജ്യത്ത് ഇന്ന് കിട്ടുന്ന പെട്രോൾ എല്ലാം E20 ആണ്, ബ്ലെൻഡഡ് ഫ്യൂൽ ആണ്. ഈ ബ്ലെൻഡഡ് ഫ്യൂൽസ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഒരു പഴയ വാഹനമാണ് ഉള്ളതെങ്കിൽ തീർച്ചയായിട്ടും E20 പെട്രോൾ നിങ്ങളെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മുടെ 2023 ശേഷം ഇറങ്ങുന്ന വാഹനങ്ങളിലാണ് എല്ലാ കമ്പനികളും കോമ്പാക്റ്റബിളായി E20 സപ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുള്ളൂ. ഇതിന് മുന്നേയുള്ള വാഹന കമ്പനികളെല്ലാം തന്നെ നിർമ്മിച്ചത് E20 സപ്പോർട്ട് ചെയ്യുന്ന വാഹനങ്ങളല്ല. പല ബ്രാൻഡുകളും 20-ന് ശേഷം കാറുകളിലൊക്കെ മിക്ക കാറുകളിലും വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മറ്റു വാഹനങ്ങളിലൊന്നും ഇത് അഡോപ്റ്റബിൾ അല്ല, ആപ്റ്റ് അല്ല. E20 ആപ്റ്റ് അല്ലായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ഇതിനുള്ള മെക്കാനിസം കംപ്ലീറ്റ്ലി ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ നിരത്തുകളിലുള്ള ഒരു 70% വാഹനങ്ങളും ഇപ്പോഴും E20 ഫ്യൂൽ സപ്പോർട്ട് ചെയ്യാൻ തക്ക ഭാഗത്തിന് നിർമ്മിച്ചെടുത്ത വാഹനങ്ങളല്ല. ബ്ലെൻഡഡ് പ്രോഗ്രാമുകൾ നമ്മുടെ വാഹനങ്ങൾക്ക് അനുകൂലമല്ല. തീർച്ചയായിട്ടും പുതിയ വാഹനങ്ങൾക്ക് അനുകൂലമാണ്, പഴയ വാഹനങ്ങൾക്ക് ഒരിക്കലും അനുകൂലമല്ല. അത് പല രീതിയിലുള്ള ഡാമേജുകൾ ഉണ്ടാക്കും. ഇനി ഇത് പഴയ വാഹനത്തിൽ അടിച്ച് നിങ്ങൾ നിർത്തിയിട്ടാൽ പോലും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഫോളോ ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു.